നമസ്കാരം കൂട്ടുകാരെ. 2025 പുറത്തിറങ്ങിയ ഏറെ രസകരമായ ഒരു ചലച്ചിത്രം പ്രാവുംകൂട് ഷാപ്പ്. ബേസിൽ ജോസഫ് നായകനായെത്തി സൗബിൻ ഷാഹിറും ചെമ്പൻ വിനോദുമടക്കം പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ചലച്ചിത്രം. അൻവർ റഷീദായിരുന്നു ചലച്ചിത്രം പ്രൊഡ്യൂസ് ചെയ്തത്. ശ്രീരാജ് ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത ചലച്ചിത്രം അദ്ദേഹത്തിന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂട്ട് കൂടിയായിരുന്നു. സിനിമ റിലീസായപ്പോൾ തിയേറ്ററിൽ മൊത്തത്തിലൊരു മിക്സഡ് റിവ്യൂസ് ആയിരുന്നു വന്നിരുന്നത്. തിയേറ്ററിലും വലിയ തോതിൽ വർക്കാവാൻ സിനിമയ്ക്ക് സാധിച്ചില്ല. നിലവിൽ ചലച്ചിത്രം OTT-യിലേക്ക് എത്തിയിരിക്കുകയാണ്. സോണി ലിവിലൂടെയാണ് ചലച്ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. കാണാൻ താല്പര്യമുള്ളവർ അവിടെ നിന്നും സിനിമ കാണുമല്ലോ. പ്രാവുംകൂട് ഷാപ്പ് എന്ന സിനിമയുടെ കഥാസംഗ്രഹത്തിലേക്ക് നമുക്കൊന്ന് നോക്കിയാലോ. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥ ആരംഭിക്കുന്നത് ഒരു ഷാപ്പ് പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. പ്രാവുംകൂട് ഷാപ്പ്. രാത്രിയായിരുന്നു. ഷാപ്പിൽ കുറച്ചാളുകളുമുണ്ട്. ഷാപ്പിനകത്ത് ഒരു മരണം നടന്നു. ആത്മഹത്യയെന്നോ കൊലപാതകമെന്നോ സംശയം തോന്നാവുന്ന മരണം. കഥ അവിടെ നിന്നും SI സന്തോഷിലേക്ക് തിരിയുന്നു. സന്തോഷ് പുതുതായി സ്റ്റേഷനിൽ ചാർജ് എടുക്കാൻ വന്നിരിക്കുകയാണ്. നിലവിലെ CI ആളുകളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കേസൊക്കെ തെളിയിക്കുന്ന വ്യക്തിയായിരുന്നു. സന്തോഷിന് ആ ഒരു രീതിയോട് തീരെ താല്പര്യമില്ല. വളരെ ചെറുപ്രായത്തിലെ PSC എഴുതി ജോലി നേടിയ സന്തോഷ് അതിനോടകം കുറെ കേസൊക്കെ തെളിയിച്ചിട്ടുണ്ട്. കയറി ചെന്ന സന്തോഷിനോട് CI അക്കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു. പിന്നാലെ പ്രാവുംകൂട് ഷാപ്പിലെ മരണവുമായി ബന്ധപ്പെട്ട കേസന്വേഷണം സന്തോഷ് ഏറ്റെടുക്കാൻ CI ഉത്തരവിട്ടു. പക്ഷേ സന്തോഷ് പറഞ്ഞു, സാറേ, ഈ ഷാപ്പിലെ കേസ് എനിക്ക് കുറച്ച് പ്രശ്നമാണ്. എന്റെ അച്ഛൻ വലിയ കുടിയനായിരുന്നു. മൊത്തത്തിൽ പ്രശ്നമൊക്കെയായിട്ട് അമ്മ ഒടുവിൽ ആത്മഹത്യ ചെയ്തു. അതൊക്കെ കണ്ട് ചെറുപ്പം തൊട്ടേ എനിക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. കേസ് ACP ഏൽപ്പിച്ചതാ, നീ തന്നെ ഏറ്റെടുക്കണം എന്ന് CI പറഞ്ഞു. മറ്റു വഴികളില്ലാതെ സന്തോഷ് ആ കേസ് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ പ്രാവുംകൂട് ഷാപ്പിൽ വെച്ച് കൊല്ലപ്പെട്ടെന്ന് പോലീസ് വിശ്വസിക്കുന്ന പ്രാവുംകൂട് ഷാപ്പിന്റെ ഓണർ ബാബുവിന്റെ മരണം സന്തോഷ് അന്വേഷിക്കാൻ ആരംഭിച്ചു. സന്തോഷ് ആദ്യം ഇന്ററോഗേഷൻ നടത്തിയത് ബാബു മരണപ്പെടുന്ന സമയത്ത് ആ ഷാപ്പിലുണ്ടായിരുന്ന കള്ളുകുടി സംഘത്തിലും ചീട്ടുകളി സംഘത്തിലും പെട്ട സുനി എന്ന മുൻ മിലിറ്ററി ഓഫീസറെയായിരുന്നു. നിലവിൽ അയാൾ റിയൽ എസ്റ്റേറ്റ് ഏജന്റായി ജോലി നോക്കുകയാണ്. ഒരാളെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് മൊത്തത്തിൽ നിരീക്ഷിച്ച് അയാളെ പറ്റിയുള്ള വിവരങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സിദ്ധി, ഒരു കഴിവ് സന്തോഷിനുണ്ട്. അത് വെച്ച് സന്തോഷ് പറയുന്ന കാര്യങ്ങൾ ഏവരുടെയും പ്രശംസ പിടിച്ചു പറ്റാറുണ്ടായിരുന്നു. അത്തരത്തിൽ സുനിയുടെ കാര്യത്തിലും സുനി എക്സ് മിലിറ്ററി ആണെന്നും മറ്റുമുള്ള കാര്യങ്ങൾ സന്തോഷ് കൃത്യമായി പറഞ്ഞു. അന്ന് ഷാപ്പിൽ എന്താ കൃത്യമായി കണ്ടത് എന്ന് പറയാൻ സുനിയോട് സന്തോഷ് ആവശ്യപ്പെട്ടു. സുനി പറഞ്ഞു, അന്ന് ചീട്ടുകളിൽ നടക്കുന്നതിനിടയിൽ വൃദ്ധരായ രണ്ടുപേർ തമ്മിൽ കള്ളുകുടിച്ച് പരസ്പരം ബഹളം വെച്ച് അടിയുണ്ടാക്കാൻ തുടങ്ങി. അടികൂടി അവർ ഷാപ്പിലെ മുറിയിൽ നിന്ന് ഷാപ്പിലെ ഹാളിലേക്ക് കടന്നു. അവിടെയും അടികൂടി താഴെ വീണ സമയത്താണ് അവർ ആ കാഴ്ച കണ്ടത്. ബാബു ആത്മഹത്യ ചെയ്ത പോലെ തൂങ്ങിക്കിടക്കുന്നു. അവർ അലറി വിളിച്ചപ്പോ ബാക്കിയുള്ളവർ ഓടിയെത്തി നോക്കുകയായിരുന്നു. ബാബു അങ്ങനെ മരണപ്പെടുമ്പോൾ അല്ലെങ്കിൽ കൊല്ലപ്പെടുമ്പോൾ ഷാപ്പിനകത്ത് മൊത്തം 11 പേരാണ് ഉണ്ടായിരുന്നത്. 11 പേരിൽ ഓരോരുത്തരെയായി സന്തോഷ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അടുത്തതായി സന്തോഷ് വിളിപ്പിച്ചത് 25 വയസ്സുകാരൻ കുട്ടപ്പുവിനെയാണ്. കുട്ടപ്പുവിനെ ചോദ്യം ചെയ്തപ്പോ തനിക്കൊന്നും അറിയില്ലെന്നും മുത്തശ്ശിക്ക് കള്ളപ്പുണ്ടാക്കാൻ കള്ളുവാങ്ങാൻ ഷാപ്പിൽ വന്നതാണെന്നും അവൻ സന്തോഷിനോട് പറഞ്ഞു. അവനെപ്പോഴാ ബാബുവിനെ അവസാനമായി ജീവനോട് കണ്ടത് എന്നായി സന്തോഷിന്റെ ചോദ്യം. അതിന് മറുപടി പറഞ്ഞ ശേഷം അന്ന് നടന്ന കാര്യങ്ങളുടെ ബാക്കി കുട്ടപ്പ വിശദീകരിച്ചു. ഏവരും ഓടിയെത്തി ബാബു തൂങ്ങിക്കിടക്കുന്ന കണ്ടതും ബാബുവിനെ രക്ഷിക്കാൻ ഒരു ശ്രമം നടത്തി. എല്ലാവരും ചേർന്ന് ബാബുവിനെ വട്ടം പിടിച്ചു. ഷാപ്പിലെ ജോലിക്കാരൻ കണ്ണൻ കയറി മുകളിലെ കെട്ടഴിച്ചു. പക്ഷെ അപ്പോഴേക്കും ഏവരും പിടിവിട്ടിരുന്നു. കെട്ടഴിച്ചതും ബാബുവിന്റെ ശരീരം താഴെ വീണു. ആരും പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്ന മട്ടിൽ എല്ലാവരും പരസ്പരം നോക്കി. പിന്നാലെ മുൻ മിലിറ്ററിക്കാരൻ കൂടിയായിരുന്ന സുനി ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ബാബു മരണപ്പെട്ടിരുന്നു. അടുത്തതായി സന്തോഷ് ചോദ്യം ചെയ്തത് എല്ലാവരും സിലോൺ എന്ന് വിളിക്കുന്ന രാമകൃഷ്ണനെയായിരുന്നു. കുറെ വർഷത്തോളം രാമകൃഷ്ണൻ സിലോണിൽ ജോലിക്കാരനായിരുന്നു. അതുകൊണ്ടാണ് ഏവരും അയാളെ സിലോൺ എന്ന് വിളിച്ചിരുന്നത്. സിലോണിൽ നിന്നാണ് സന്തോഷിന് കുറച്ചു കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ബാബുവിനെ എല്ലാവരും കൊമ്പൻ ബാബു എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഒരൊറ്റ കൊമ്പൻ, ഒറ്റയ്ക്ക് എന്തിനേയും എതിരിടാൻ ശേഷിയുള്ളവൻ. ബാബുവിന്റെ പക്കൽ കുറച്ച് ഗുണ്ടായിസവും കുറച്ച് തോക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഷാപ്പിനകത്ത് ബാബു മരണപ്പെട്ടു എന്നുറപ്പായതും സുനി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ബാബു അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു തോന്നുന്നില്ല, ഇത് കൊലപാതകമാണ്. അന്നാണെങ്കിൽ ഷാപ്പിന് വെളിയിൽ ശക്തമായ മഴയുമുണ്ടായിരുന്നു. അടുത്തതായി സന്തോഷ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ഷാപ്പിനകത്തുണ്ടായിരുന്ന തോട്ട ബിജുവിനെയായിരുന്നു. തോട്ട ബിജു ചെറിയ ഗുണ്ടായിസമൊക്കെയുള്ള വ്യക്തിയാണ്. സന്തോഷിന്റെ ടേബിളിലിരിക്കുന്ന വ്യത്യസ്തമായ സിഗരറ്റ് കണ്ട് തോട്ട ബിജുവിന് അതിൽ താല്പര്യം തോന്നി. അതെടുത്തോളാൻ സന്തോഷ് പറയുകയും ചെയ്തു. പിന്നാലെ ബിജുവിനെ സന്തോഷ് ഒന്ന് വിരട്ടി ചോദ്യം ചെയ്തു. നീയാണോ ഷാപ്പിൽ അടിയുണ്ടാക്കിയത് എന്ന മട്ടിലായിരുന്നു ചോദ്യം. ഞാനല്ലെന്ന് ചെറിയ ഭയത്തോടെ ബിജു പറയുന്നുമുണ്ട്. പിന്നാലെ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായി. ഇതൊരു കൊലപാതകമാണ് എന്ന തരത്തിൽ സുനി അന്ന് ഷാപ്പിൽ
ഷാപ്പിൽ വെച്ച് പറഞ്ഞതിനു ശേഷം സുനി തന്നെ പോലീസിനെ വിവരം വിളിച്ചറിയിച്ചിരുന്നു. ഷാപ്പിനകത്ത് ആകെ 11 പേരാണുള്ളത്. ഷാപ്പിന്റെ 2 ഡോറും പൂട്ടിയിരുന്നു. അതുകൊണ്ട് അവരല്ലാതെ മറ്റാരെങ്കിലും അങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ടോ, നമ്മളല്ലാതെ മറ്റാരെങ്കിലും അവിടുണ്ടോ എന്ന് നോക്കണമായിരുന്നു. എല്ലാവരോടും സുനി അതിനായി ആവശ്യപ്പെട്ടു. സുനിയടക്കം എല്ലാവരും ചേർന്ന് ഷാപ്പിന്റെ അകം മുഴുവൻ നോക്കി. അവിടെങ്ങും ആരുമുണ്ടായിരുന്നില്ല. അതോടെ തിരികെ എത്തിയ സുനി പറഞ്ഞു, പുറമേ നിന്നുള്ള ആരും വന്നിട്ടില്ല. നമ്മൾ 11 പേർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനാണെങ്കിൽ കൊലയാളി ഈ 4 ചുവരിന്റെ അകത്തു തന്നെയുണ്ട്. കൂട്ടത്തിലുണ്ടായിരുന്ന സ്കൂൾ മാഷുടൻ പറഞ്ഞു, അങ്ങനാണെങ്കിൽ നമ്മളറിയാത്തൊരു കൊലയാളി നമുക്കിടയിൽ തന്നെ ഉണ്ടല്ലേ. അതുകൊണ്ട് പോലീസ് വന്നിട്ട് ഏവരും പോയാൽ മതി, സുനി തറപ്പിച്ചു പറഞ്ഞു. പിന്നീടായിരുന്നു പോലീസ് സംഘം അങ്ങോട്ടേക്ക് എത്തുന്നത്. പോലീസ് എത്തി പരിശോധനകൾ തുടങ്ങി. SI സന്തോഷ് അവിടുത്തെ സയന്റിഫിക് കാര്യങ്ങളിലേക്കും തെളിവുകളിലേക്കും കടന്നപ്പോൾ CI ആകട്ടെ അവിടെയുള്ളവരെ വിരട്ടി ഓരോന്ന് പറയിപ്പിക്കാൻ നോക്കുകയായിരുന്നു. CI അതൊരു ആത്മഹത്യയാണ് എന്ന മട്ടിൽ നിന്നപ്പോൾ ഇതൊരു കൊലപാതകമാണ് എന്ന് സന്തോഷ് പറഞ്ഞു. പിന്നാലെ താൻ കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് വിശദീകരിച്ചു. കസേരയിൽ ചവിട്ടിക്കയറിയതിന്റെ പാടില്ല, ബാബു കയറിൽ തൊട്ടതിന്റെ ലക്ഷണങ്ങളില്ല, ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചെങ്കിലും ബാബു ചേർത്ത് നിന്നിട്ടില്ല. അതിനർത്ഥം ബാബു മയക്കത്തിലായിരുന്നു. കഴുത്തിലെ കെട്ടിന്റെ പാട് വലതുവശത്താണ്. ആരോ പിന്നിൽ നിന്ന് കെട്ടിത്തൂക്കിയതാണ്. അത് ചെയ്ത വ്യക്തി തീർച്ചയായും ഇടംകയ്യനുമാണ്. കഴിഞ്ഞ 4 മണിക്കൂറിൽ ആരും ഷാപ്പിനകത്തേക്ക് വന്നിട്ടില്ല. വന്നെങ്കിൽ പുറത്ത് മഴയുള്ളതുകൊണ്ട് കാൽപ്പാടുകൾ കാണാൻ സാധിച്ചേനെ. എവിഡൻസ് പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. തറയടക്കം എല്ലാം അടിച്ചുവാരിയിട്ടിരിക്കുന്നു. നമ്മൾ വരുന്നതിനു മുമ്പ് ഇവിടെ അടിപിടി നടന്നിട്ടുണ്ട്. അത് നമ്മളിൽ നിന്ന് മറച്ചിരിക്കുകയാണ്. പണം നഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് മോഷണമല്ല. ഹാൻഡ്ബുക്കിലെ 3-4 പേജുകൾ മിസ്സിംഗ് ആണ്. കീറിയപ്പോ താഴെ വീണ കുറച്ച് കഷ്ണങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. പിന്നാലെ ഒരു പ്രധാനപ്പെട്ട അത് പറഞ്ഞു വന്നപ്പോഴേക്കും SI സന്തോഷിന് പഴയ ട്രോമകൾ കാരണം വല്ലായ്മ വന്ന് ഛർദ്ദിക്കാൻ അയാൾ പുറത്തേക്കോടി. പുറത്തുനിന്ന് ഛർദ്ദിക്കുകയും ചെയ്തു. ഛർദ്ദിയൊക്കെ കഴിഞ്ഞതും നടന്ന കാര്യങ്ങൾ സന്തോഷം ആലോചിച്ചു നോക്കി. ഷാപ്പിൽ മഴ പെയ്യുന്നതിന് മുമ്പ്, ഷാപ്പ് അടയ്ക്കുന്നതിന് മുമ്പ് കണ്ണൻ അതിനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു. ചീട്ടുകളി സംഘം പതിവ് പോലെ എത്തിച്ചേർന്നിരുന്നു. തോട്ട ബിജു മറ്റൊരുത്തന്റെ ഓസിനായിരുന്നു അന്നും കുടിക്കാൻ വന്നത്. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞുവിട്ട് കണ്ണൻ ഷാപ്പിന്റെ വാതിൽ 2 വശത്തൊന്നും പൂട്ടി. ഷാപ്പിനകത്തുള്ള 11 പേരൊഴികെ ബാക്കി എല്ലാവരും പോയിരുന്നു. കളി കഴിഞ്ഞ ഇനി വാതിൽ തുറക്കൂ, അതാണ് ഷാപ്പിന്റെ രീതി. ആ സമയത്ത് ഷാപ്പ് ഓണർ കൊമ്പൻ ബിജു ആണെങ്കിൽ 3 കുപ്പി കള്ളും വെച്ച് മദ്യപിച്ചിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ സുനിക്ക് ഭാര്യയുടെ കോളും വന്നു. താൻ ഇന്ന് രാത്രി വരില്ല എന്ന് സുനി ഭാര്യയോട് പറയുന്നുണ്ട്. കൂട്ടത്തിൽ ഭാര്യയെ സീരിയൽ ജീവി എന്ന് പറഞ്ഞ് ഒന്ന് കളിയാക്കുകയും ചെയ്തു. പിന്നീട് കുറച്ചു സമയത്തിനു ശേഷമായിരുന്നു ബാബു കൊല്ലപ്പെടുന്നത്. പോലീസ് വരുന്നതിന് മുമ്പ് 11 പേരും വട്ടം കൂടി നിന്ന് സംസാരിക്കുമ്പോ ബാബുവിനോട് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളതാർക്ക എന്ന മറ്റുള്ളൊരു സംസാരമുടലെടുത്തു. തോട്ട ബിജു അർത്ഥം വെച്ച് ബാബുവിന്റെ ചില അവിഹിത ബന്ധങ്ങളെ സൂചിപ്പിച്ച് സംസാരിച്ചു. അത് കേട്ട് സിലോണും ഷാപ്പിനകത്തെ മറ്റു ചിലരും തലകുലുക്കുന്നുണ്ടായിരുന്നു. അവർ അതിൽ ഉദ്ദേശിച്ചത് ഷാപ്പിലെ ജോലിക്കാരൻ കണ്ണനെയായിരുന്നു. കണ്ണന്റെ ഭാര്യ മെറിൻഡ കാണാൻ അഴകുള്ളൊരു പെണ്ണാണ്. മെറിന്റെയും ബാബുവുമായി അവിഹിത ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ആ നാട്ടിൽ ചെറിയ പാട്ടായിരുന്നു. ഒരിക്കൽ അമ്പലത്തിൽ നിന്ന് മെറിൻഡ വന്നപ്പോ ഷാപ്പിനകത്തേക്ക് കയറി. ബാബുവും ആ സമയത്ത് ഷാപ്പിനകത്തുണ്ടായിരുന്നു. സിലോൺ അത് നേരിട്ട് കണ്ടതാണ്. അത് കണ്ട് ദേഷ്യം പിടിച്ച് കണ്ണൻ ഷാപ്പിനകത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കും മിറിൻഡ ഷാപ്പിൽ നിന്ന് വീട്ടിലേക്ക് ഓടിയിരുന്നു. അന്ന് കണ്ണൻ വിറകൊണ്ട് വിറച്ചു. സന്തോഷ പിന്നാലെ ചോദ്യം ചെയ്യാൻ മെറിൻഡയെ വിളിച്ചു വരുത്തി. മെറിൻഡയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. മെറിൻഡയ്ക്ക് ഭയമോ കൂസലോ ഇല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലമായി, മക്കളില്ല. മാത്രമല്ല മെറിൻഡയ്ക്ക് ഒരു ഗർഭഛിദ്രമടക്കം സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യവും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സന്തോഷ് പറഞ്ഞു. കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സന്തോഷ് ഒരു കാര്യം കൂടി ചോദിച്ചു. കണ്ണൻ ഉപദ്രവിക്കുമായിരുന്നില്ലേ, തല്ലുമായിരുന്നില്ലേ, എന്നിട്ടെന്താ പരാതി പറയാതിരുന്നത്? പരാതിയുണ്ട് ഇപ്പോ പറഞ്ഞോ, ഞാൻ അന്വേഷിക്കാം, സന്തോഷ് കൂട്ടിച്ചേർത്തു. പക്ഷേ തന്റെ അടുത്തിരുന്ന് കരഞ്ഞ തന്റെ ഭർത്താവിനെയായിരുന്നു മെറിൻഡ ആ സമയം ഓർമ്മിച്ചത്. തനിക്ക് പരാതിയൊന്നുമില്ല എന്ന് മെറിൻഡ പറഞ്ഞു. കണ്ണന് ബാബുവിനോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നല്ലേ, എന്തിനായിരുന്നു എന്നായി സന്തോഷിന്റെ അടുത്ത ചോദ്യം. ഒരിക്കൽ നടന്നൊരു സംഭവം മെറിൻഡ സന്തോഷിനോട് പറഞ്ഞു. ബാബു ഒരിക്കൽ മെറിൻഡയോട് സംസാരിക്കാൻ വീട്ടിലേക്ക് വന്നിരുന്നു. അന്ന് ഷാപ്പിൽ ബാബുവിനെ കാണാതെ കണ്ണൻ സംശയത്തിനാൽ വീട്ടിലേക്ക് വന്നു. ബാബുവും മെറിൻഡയും സംസാരിച്ചു നിൽക്കുന്ന കണ്ടതും ദേഷ്യത്തിൽ അവിടെ വലിയൊരു സീൻ തന്നെ ഉണ്ടാക്കി. ഷാപ്പിലുള്ള ആളുകളടക്കം അന്ന് അവിടെ തടിച്ചുകൂടിയിരുന്നു. അന്നു മുതൽ കണ്ണന് ബാബുവിനോട് വല്ലാത്തൊരു വെറിയായിരുന്നു, ഒരു പകയായിരുന്നു. ബാബു തന്റെ ഭാര്യയെ മുതലെടുക്കുകയാണോ, അവര് തമ്മിൽ അവിഹിതമുണ്ടോ എന്നൊക്കെ കണ്ണൻ സംശയിച്ചിരുന്നു. അടുത്തതായി സന്തോഷ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് കണ്ണനെയായിരുന്നു. കണ്ണൻ ഭാര്യയെ തല്ലുമോ എന്ന ചോദ്യത്തിന് ഇല്ലെന്ന് കണ്ണൻ മറുപടി പറഞ്ഞു. അത്ര വലിയ ഭയമൊന്നുമില്ലാതെ കൂളായിട്ടായിരുന്നു കണ്ണൻ സംസാരിച്ചത്. പിന്നാലെ ബാബുവുമായുള്ള വൈരാഗ്യത്തിന്റെ കഥയ്ക്ക് കണ്ണൻ തന്റെ വശം പറഞ്ഞു. ബാബുവിന് മൊത്തത്തിൽ പെണ്ണുപിടിയൻ എന്ന പേരുണ്ട്. എന്തിനേറെ പറയുന്നു, ഷാപ്പിലെ ജോലിക്കാരി കല്യാണി, അതായത് സിലോണിന്റെ ഭാര്യയുമായി വരെ ബാബുവിന് ബന്ധമുണ്ട്. സിലോണിനതറിയോ? സന്തോഷ് ചോദിച്ചു. അറിയാൻ സാറേ, മൊത്തം അഡ്ജസ്റ്റ്മെന്റാ,
അതാവുമ്പോ പണിക്ക് പോവാതെ കുടിക്കാമല്ലോ എന്നായിരുന്നു കണ്ണന്റെ മറുപടി. ഈ കാര്യമൊക്കെ നീ ഭാര്യയോട് പറഞ്ഞില്ലേ? സന്തോഷ് ചോദിച്ചെങ്കിലും പറഞ്ഞെങ്കിലും വിശ്വസിച്ചില്ല എന്നായിരുന്നു കണ്ണൻ പറഞ്ഞത്. അയാൾ അങ്ങനൊരു മനുഷ്യനാ, ഏത് പെണ്ണും അയാൾക്ക് വീഴും എന്നും കണ്ണൻ കൂട്ടിച്ചേർത്തു. അതെന്ത് ടൈപ്പാ എന്നായി സന്തോഷിന്റെ ചോദ്യം. മുമ്പൊരിക്കൽ നടന്നൊരു സംഭവം കണ്ണൻ വിശദീകരിച്ചു. ഒരിക്കൽ ഷാപ്പിൽ കുടിക്കാൻ വന്ന ഒരു സംഘം ആളുകൾ മറ്റൊരു സംഘത്തോട് ചേരിതിരിഞ്ഞടി തുടങ്ങി. അന്നങ്ങോട്ടേക്കൊരു ഹീറോയെ പോലെ വന്ന ബാബു മുണ്ടും ഷർട്ടുമൊക്കെ അഴിച്ചിട്ട് അടിവസ്ത്രങ്ങൾ മാത്രം ധരിച്ച് ഷാപ്പിലെ കറച്ചട്ടകവും എടുത്തു ചെന്ന് അവരെയൊക്കെ അടിച്ചോടിക്കുകയായിരുന്നു. അത് കണ്ടാൽ ഏതൊരു പെണ്ണും വീണുപോകും. അത്രയ്ക്കും മാസ്കുലീനായ ഹീറോയിക് ലുക്കായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. കണ്ണന്റെ ഭാര്യ മെറിന്റെ അടക്കം അന്നത് നോക്കിക്കണ്ടിരുന്നു. വീണ്ടും സന്തോഷ് കുറെ കാര്യങ്ങൾ കണ്ണനോട് ചോദിച്ചറിഞ്ഞു. കണ്ണൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ വിശദമായി ഉത്തരം കൊടുത്തു. താൻ തന്റെ ഇപ്പോഴത്തെ വീട് വാങ്ങിയത് ഒരുപാട് ജോലികൾ ചെയ്താണെന്നും തന്റെ ഈ വയ്യാത്ത കാലും മറ്റും വെച്ച് താൻ ചെയ്യാത്ത പണികളില്ലെന്നും അതിന്റെ തഴമ്പാണ് തന്റെ കൈകളിലുള്ളത് എന്നും കണ്ണൻ പറഞ്ഞു. കൂട്ടത്തിൽ മുമ്പ് താനൊരു മജീഷ്യനായിരുന്നുവെന്നും കുറെ മാജിക്കുകളൊക്കെ കാണിച്ച് ഏവരെയും രസിപ്പിച്ചിട്ടുണ്ട് എന്നും കണ്ണൻ പറയുന്നുണ്ട്. പിന്നാലെ അത്രയും സുന്ദരിയായ മെറിന്റെയും നിങ്ങളും എങ്ങനെ ഇഷ്ടത്തിലായി എന്നതിനെ പറ്റിയായി സന്തോഷിന്റെ അടുത്ത ചോദ്യം. ശരിയാ സാറേ, എന്നെ കാണാൻ വല്ല ഭംഗിയൊന്നുമില്ല, മൂത്തു നിറച്ചൊരു വികലാംഗൻ, പ്രണയം അന്തമാണെന്നൊക്കെ പറയില്ലേ സാറേ, ഇത് അതുപോലൊന്ന. ആ മറുപടി സന്തോഷിനൊരു കൊട്ടായി പോയി. സന്തോഷ് പറഞ്ഞു, ഏയ് അങ്ങനൊന്നുമില്ല, ഇയാൾക്ക് എന്താ ഒരു കുറവ്? കണ്ണനുടൻ സന്തോഷിനെ ഒന്ന് ഇരുത്തി പറഞ്ഞു. എനിക്ക് കയ്യടി ആഗ്രഹിക്കുന്നവരെ കണ്ടറിയാ സാറേ, കാരണം ഞാനും അത്തരത്തിലൊരാളാ. അത് സന്തോഷിനൊന്ന് കൊണ്ടിരുന്നു. സന്തോഷ് അതോടെ തന്റെ ചോദ്യം ചെയ്യലിന്റെ രീതി മാറ്റി കുറച്ച് കാർക്കശ്യത്തോടെ കണ്ണനോട് ചോദിച്ചു, നീയും മെറിന്റെയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയല്ലേ ചോദിച്ചേ? അത് പറയടാ. കണ്ണൻ അത് വിശദമായി പറഞ്ഞു. അവർ തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. അത്രമേൽ സന്തോഷത്തോടെയായിരുന്നു പ്രണയകാലവും അവരുടെ ജീവിതവും മുമ്പോട്ട് പോയിരുന്നത്. വീണ്ടും സന്തോഷം മെറിന്റെയെ വിളിപ്പിച്ചു. മെറിന്റെയോടും അവരുടെ പ്രണയത്തെപ്പറ്റി ചോദിച്ചു. മെറിന്റെയുടെ കുടുംബത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മെറിന്റെയുടെ അച്ഛനൊരിക്കൽ അവർക്ക് വിഷം വെച്ച ബിരിയാണി വരെ കൊടുത്തിട്ടുണ്ട്. അന്ന് മെറിന്റ അതൊക്കെ ഛർദ്ദിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. ആ ഒരു സമയത്താണ് കണ്ണന് മെറിന്റ പരിചയപ്പെടുന്നത്. ഒരു ജോലി ശരിയാക്കി കൊടുക്കാൻ കണ്ണനോട് മെറിന്റ പറഞ്ഞു. ജോലി ശരിയാക്കിയ കൂട്ടത്തിൽ കണ്ണൻ മെറിന്റയെയും വളച്ചെടുത്തു. അതായിരുന്നു സംഭവിച്ചത്. ആദ്യമൊക്കെ അവരുടെ ജീവിതം നല്ല രീതിയിലായിരുന്നെങ്കിലും പിന്നെ പിന്നെ കണ്ണന് സംശയരോഗം തുടങ്ങി. മര്യാദക്കാരോടെങ്കിലും സംസാരിക്കാനോ ഒന്നും തന്നെ മെറിന്റയ്ക്ക് പറ്റാതായി. ഒടുവില് 10 കൊല്ലത്തോളം കാത്തിരുന്ന് മെറിന്റ ഗർഭിണിയായി. വീണ്ടും സന്തോഷം അവരിലേക്ക് തിരികെ വന്നു. പിന്നെയാണ് ഗർഭചിത്രം സംഭവിച്ചത്. അതോടെ വീണ്ടും പ്രശ്നങ്ങളായി. കള്ളുകുടിച്ചു വന്ന് മെറിന്റയെ ഉപദ്രവിക്കലും സന്തോഷമൊക്കെ കേട്ടു. ശേഷം ചോദിച്ചു, അപ്പോ കണ്ണനും നിങ്ങളും തമ്മിലുള്ള പ്രശ്നത്തിന് ഒരു പ്രതികാരമെന്ന രീതിയിലാണോ ബാബുവിനോടെടുത്തത്? മെറിന്റെക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. എന്തെടുപ്പെന്ന് മെറിന്റ പ്രതികരിച്ചപ്പോ, അല്ല നാട്ടുകാര് പറയുന്നത്, അല്ലെങ്കിൽ ഈ നാട്ടുകാര് തെണ്ടികൾക്ക് എന്താ പറയാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞ് മെറിന്റ ദേഷ്യപ്പെടാൻ ആരംഭിച്ചു. സന്തോഷ് പിന്നാലെ സിലോണ വിളിച്ചു. വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു. മെറിന്റ ഒരു മോശം സ്ത്രീയാണ് എന്ന മട്ടിലായിരുന്നു അവരുടെയൊക്കെ സംസാരം. മറ്റു നാട്ടുകാരെ വിസ്തരിച്ചപ്പോഴും അവരുടെ അഭിപ്രായവും അതുതന്നെയായിരുന്നു. സന്തോഷ് പിന്നാലെ അന്ന് ഷാപ്പിലുണ്ടായിരുന്ന മാഷിനെ ഒന്ന് വിസ്തരിച്ച് ചോദ്യം ചെയ്തു. മാഷിൽ നിന്ന് ഒരു ലീഡിംഗ് പോയിന്റ് വീണ്ടും സന്തോഷിന് കിട്ടി. അന്ന് ഷാപ്പ് അടയ്ക്കുന്നതിന് മുമ്പ് കല്യാണിയോട് വേഗം പൊക്കോളാൻ കണ്ണൻ പറയുന്നത് മാഷ് കേട്ടിരുന്നു. അതോടെ കണ്ണനെ പറ്റി തന്നെയായി വീണ്ടും സന്തോഷിന്റെ അന്വേഷണം. ബാബു തൂങ്ങിയ ആ കയർ മേടിച്ചത് കണ്ണനാണ് എന്ന് തൃശൂർ ശക്തൻ സ്റ്റാൻഡിലെ കച്ചവടക്കാരൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് കയറുമായി സന്തോഷ് കണ്ണന് മുമ്പിലെത്തി. പക്ഷേ അത് ഷാപ്പിലേക്ക് കുറെ സാധനങ്ങൾ വാങ്ങുന്ന കൂട്ടത്തിൽ വാങ്ങിയതാണെന്നും അല്ലാതെ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുമായിരുന്നു കണ്ണൻ പറഞ്ഞത്. പിന്നാലെ ബാബു കുടിച്ച കള്ളിലെ മയക്കുമരുന്നിനെ പറ്റി ചോദിച്ചപ്പോ കള്ളിന് വീര്യം കൂടാൻ ഷാപ്പിലെ കള്ളിൽ അത്തരം മരുന്നുകൾ ചേർക്കാറുണ്ട് എന്നായി കണ്ണന്റെ വിശദീകരണം. കൂട്ടത്തിൽ കണ്ണൻ ഒന്നുകൂടെ പറഞ്ഞു, ഇനി എനിക്ക് അങ്ങനെ ബാബുവിനെ കൊല്ലാനാണെങ്കിൽ ആ മരുന്ന് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താ പോരെ സാറേ, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? സന്തോഷ് അത് കേട്ട് മറുപടി പറഞ്ഞു, അങ്ങനെ ചെയ്താ നീയാണെന്ന് എളുപ്പത്തിലങ്ങ് പിടിക്കൂലോ. നീ ബാബുവിനെ അവസാനമായപ്പോഴാ ജീവനോട് കണ്ടേ? സന്തോഷിന്റെ അടുത്ത ചോദ്യം വന്നു. കണ്ണൻ വിശദമായി പറഞ്ഞു. ചീട്ട് കളിക്ക് മുമ്പ് ഷാപ്പ് അടയ്ക്കുമ്പോ മദ്യപിച്ചിരിക്കുന്ന ബാബുവിനെ കണ്ണൻ ശ്രദ്ധിച്ചിരുന്നു. അത് കഴിഞ്ഞാണ് കണ്ണൻ പോയിട്ടിരിക്കുന്നതും ചീട്ടുകളി ആരംഭിക്കുന്നതും. മജീഷ്യനായിരുന്നതുകൊണ്ട് തന്നെ വിദഗ്ധമായ ചീട്ട് നിരത്തലൊക്കെയായിരുന്നു കണ്ണന്റേത്. ചീട്ട് കളിക്കാൻ അവിടെ ഇരുന്ന കണ്ണൻ പിന്നീട് ബാബു തൂങ്ങിക്കിടക്കുന്ന കണ്ട് വൃദ്ധന്മാർ അലറി വിളിച്ചപ്പോഴാണ് മറ്റുള്ളവരോടൊപ്പം അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അതുവരെ കണ്ണൻ ഇരുന്നിടത്തു നിന്ന് അനങ്ങിയിട്ടേയില്ല. അതുകൊണ്ട് താനല്ല കൊന്നത് എന്ന് കണ്ണൻ വീണ്ടും പറഞ്ഞു. അന്ന് ബാബുവിനോട് ശത്രുതയുള്ളത് കണ്ണനാണ് എന്ന മട്ടിൽ ഷാപ്പിനകത്ത് കൂടിയ 11 പേരും തമ്മിൽ സംസാരം വന്നപ്പോ ഇതേ കാര്യം പറഞ്ഞായിരുന്നു കണ്ണൻ തന്നെ ഡിഫെൻഡ് ചെയ്തതും. അവരൊക്കെ കണ്ണൻ അവിടെ തന്നെ ഇരുന്നതിന്റെ ദൃക്സാക്ഷികളായതുകൊണ്ട് കണ്ണനല്ല കൊന്നത് എന്ന് ആ നിമിഷം ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. സന്തോഷ് ആ കാര്യങ്ങൾ അന്ന് ഷാപ്പിലുണ്ടായിരുന്ന മറ്റുള്ളവരോടും ചോദിച്ചുറപ്പിച്ചു. കണ്ണൻ ഇരുന്നിടത്ത് നിന്ന് അനങ്ങിയിട്ടില്ല. കണ്ണനാണ് കൊന്നത് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല സാറേ.
സാറേ ഇന്ന് സുനി അടക്കം പറഞ്ഞതോടെ സന്തോഷിന്റെ കേസ് അന്വേഷണം എങ്ങും എത്താതെ നിന്നു. സന്തോഷ് ആകെ കൺഫ്യൂസ്ഡ് ആയി. ആ സമയം കണ്ണന്റെ മാജിക്കിന്റെ കാര്യങ്ങൾ സന്തോഷിന് ഓർമ്മ വന്നു. സുനിയെ അടക്കം കണ്ണൻ മാജിക് പഠിപ്പിച്ചിരുന്നു എന്ന കാര്യങ്ങളും സന്തോഷ് ചോദിച്ചറിഞ്ഞു. പക്ഷെ കണ്ണൻ തന്നെയാണ് കൊന്നത് എന്ന് തന്നെയായിരുന്നു സന്തോഷ് അപ്പോഴും ചിന്തിച്ചത്. സിഐയോട് വിശദീകരിച്ചപ്പോഴും കണ്ണനാണ് കൊന്നത്, സൈക്കോളജിക്കലി അതിനാണ് സാധ്യത എന്ന് സന്തോഷ് വിശദീകരിച്ചു. പക്ഷെ കണ്ണൻ ഒറ്റയ്ക്കല്ലാതെ ചെയ്തതെന്നും ബാബുവിനെ പോലെ ഒരാളെ പിടിച്ചു വലിച്ചുയർത്താൻ പാകത്തിന് 100 കിലോയോളം ഭാരമുള്ള നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ സഹായം കണ്ണൻ ഉണ്ടായിട്ടുമുണ്ട് എന്ന് സന്തോഷ് സിഐയോട് വിശദീകരിച്ചു. പക്ഷേ ഇതിനൊന്നും നമുക്കൊരു തെളിവുമില്ലല്ലോ എന്ന തരത്തിൽ സിഐ ചോദിച്ചതും നമ്മൾ അന്വേഷിക്കുന്നുണ്ട് സാർ, എല്ലാ വഴിക്കും അന്വേഷിക്കുന്നുണ്ട് എന്നായിരുന്നു സന്തോഷിന്റെ മറുപടി. ഈ കേസ് കുറച്ച് ഡിഫിക്കൽട്ടാണ് സാർ എന്നും സന്തോഷ് പറഞ്ഞു. ഉടൻ സിഐ താൻ ACPയോട് സംസാരിച്ചോളാം, തനിക്ക് കള്ള അലർജി ഉള്ളതല്ലേ, പ്രശ്നമായതല്ലേ, നമുക്കിത് മറ്റാർക്കെങ്കിലും കൊടുക്കാം എന്ന തരത്തിൽ സിഐ സംസാരിച്ചു. അത് തനിക്ക് കുറച്ചിലായിട്ടായിരുന്നു സന്തോഷിന് തോന്നിയത്. തന്റെ ട്രോമയടക്കം മാറ്റാൻ ഈ കേസ് താൻ തെളിയിക്കണം എന്ന തരത്തിൽ തോന്നിയിരുന്ന സന്തോഷ് അക്കാര്യം സിഐയോട് പറഞ്ഞ് 10 ദിവസത്തെ സാവകാശം ചോദിച്ചു വാങ്ങി. സന്തോഷ് വീണ്ടും തന്റെ അന്വേഷണം തുടർന്നു. ഷാപ്പിനടുത്തേക്ക് വന്ന് അവിടെ നോക്കുമ്പോൾ മെറിന്റെ തുണി വിരിക്കുന്ന കണ്ടു. മെറിന്റെ അടുത്ത് ചെന്ന് ബാബു തൂങ്ങിക്കിടന്ന കയർ കാണിച്ച് ഈ കയർ മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് സന്തോഷ് മെറിന്റെയോട് തിരക്കി. ഒരു ശൃംഗാരമട്ടിലാണ് സംസാരമൊക്കെ. മെറിൻഡ ഇല്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു. താനിപ്പോ താമസിക്കുന്നത് സിലോണിന്റെ ഭാര്യ കല്യാണി ചേച്ചിയുടെ ഒപ്പമാണ്, കണ്ണനൊപ്പമല്ല എന്നുള്ള കാര്യവും മെറിന്റെ വിശദീകരിക്കുന്നുണ്ട്. മെറിന്റെയും കണ്ണനുമായുള്ള അകലം അവിടെ വ്യക്തമാകുന്നുണ്ടായിരുന്നു. മെറിന്റെയോട് സന്തോഷ് കുറച്ച് വെള്ളം ചോദിച്ചു. കല്യാണിയുടെ മുമ്പിലേക്കും അവർ വന്നെത്തി. കല്യാണിയോട് അന്നത്തെ രാത്രിയിൽ കല്യാണിയോട് നേരത്തെ പൊക്കോളാൻ കണ്ണൻ പറഞ്ഞിരുന്നു എന്ന ചോദ്യത്തിന് അതേയെന്ന് കല്യാണി മറുപടി നൽകി. മുമ്പ് കണ്ണൻ അതുപോലെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ലെന്നായിരുന്നു കല്യാണിയുടെ മറുപടി. വൈകാതെ മെറിന്റെ വെള്ളവുമായി വന്നു. അപ്പോഴേക്കും കല്യാണിയുടെ ഭർത്താവ് സിലോൺ രാമകൃഷ്ണൻ കയറി വന്നിരുന്നു. സിലോണിനടുത്ത് തന്റെ ഒരു സംശയം സന്തോഷ് ചോദിച്ചു. ബാബുവിനെ താഴേക്കിറക്കിയ കയർ മുറിച്ച അവസ്ഥയിലാണല്ലോ, കണ്ണൻ പറഞ്ഞത് കെട്ടഴിച്ചിറക്കിയെന്നാണ്. അപ്പോ കണ്ണൻ കളവ് പറഞ്ഞതാണോ? എന്താണ് ശരിക്കും നടന്നത്? അന്ന് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നതല്ലേ, കണ്ടതല്ലേ? സന്തോഷിന്റെ ചോദ്യം കേട്ടതും സിലോൺ ആകെ ഒന്ന് അങ്കലാപ്പിലായി. എന്താണ് നടന്നത് എന്ന് പറയാൻ സിലോൺ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഒടുവിൽ ആലോചിച്ച് കത്തിയെടുത്ത് കണ്ണൻ കയർ മുറിച്ചിറക്കുകയായിരുന്നു എന്ന കാര്യം വെളിപ്പെടുത്തി. പിന്നാലെ അതുവെച്ചായി കണ്ണനെതിരെയുള്ള സന്തോഷിന്റെ ചോദ്യം ചെയ്യൽ. പക്ഷെ തനിക്കത് ഓർമ്മയില്ലെന്നും താൻ മുറിച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കണ്ണൻ ഒഴിയാൻ ശ്രമിക്കുന്നുണ്ട്. സന്തോഷ് ചോദിച്ചു, ഇനി മുറിച്ചതാണെങ്കിൽ അതിന്റെ ബാക്കി ഉത്തരത്തിൽ കാണണ്ടേ? അങ്ങനൊന്നും കണ്ടില്ലല്ലോ. കണ്ണൻ എന്തു പറയണമെന്നറിയാതെ ഒന്ന് കുഴഞ്ഞു പോകുന്നുണ്ട്. ഇതേ സമയം മറ്റൊന്നുകൂടി സംഭവിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി മെറിൻഡയെ കണ്ട് പോരുമ്പോ മെറിൻഡ സന്തോഷിനെ കണ്ട് സംസാരിച്ചു. അന്ന് രാത്രിയിൽ ഷാപ്പിന് പുറത്ത് തല മൊട്ടയായിട്ടുള്ള ഒരാളെ താൻ കണ്ടെന്നായിരുന്നു അവൾ പറഞ്ഞത്. ബാക്കി കണ്ട കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് സന്തോഷിനോട് അവൾ ഒരു 5000 രൂപ കടം ചോദിച്ചു. തെളിവ് കൊടുക്കുന്നതിന് പണം എന്ന രീതിയിലായിരുന്നു അവളുടെ ചോദ്യമെന്ന് സന്തോഷ് മനസ്സിലാക്കി. മാസാവസാനമാണ്, കയ്യിലൊന്നുമില്ലെന്ന് പറഞ്ഞ് സന്തോഷ് ഒഴിഞ്ഞു മാറി. മെറിൻഡയാണെങ്കിൽ പിന്നെയൊന്നും വിട്ട് പറഞ്ഞതുമില്ല. കണ്ണൻ അടുത്തേക്കെത്തി സന്തോഷും മറ്റും വീണ്ടും ചോദ്യം തുടർന്നു. ആ സമയം കണ്ണൻ ഒരു കാര്യം പറഞ്ഞു. സാറേ, ബാബു വളരെയധികം ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തിയായിരുന്നു. ഇവിടുത്തെ CI സാറും DYSPയും ഒക്കെയായിട്ട് ബാബുവിന് വലിയ കണക്ഷൻ ഉണ്ട്. 4 കൊല്ലം മുമ്പ് നമ്മുടെ കനാലിൽ ഒരാളെ വീണ് മരിച്ചിരുന്നു. അതുമായിട്ട് ബാബുവിന്റെ കൊലപാതകത്തിന് ബന്ധമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നത്. എന്താ കാര്യം എന്ന മട്ടിൽ സന്തോഷ് ചോദിച്ചതും തനിക്കറിയാവുന്ന കാര്യങ്ങൾ കണ്ണൻ വിശദീകരിച്ചു. ചക്കാട്ടിൽ ജോയും മുജീബ് സാഹിബും അങ്ങനെ രണ്ടുപേരുമായി ബാബുവിന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ ഷാപ്പടക്കം ലേലത്തിൽ പോയപ്പോൾ ആ ഷാപ്പിൽ ചക്കാട്ടിൽ ജോയിക്കും മറ്റും നോട്ടമുണ്ടായിരുന്നതാണ്. പക്ഷെ ലേലം കിട്ടിയത് ബാബുവിനായിരുന്നു. അതിന്റെ പേരിൽ അത് ചോദിക്കാൻ ചക്കാട്ടിൽ ജോയും മറ്റും ഷാപ്പിന് മുമ്പിലെത്തിയിരുന്നു. അന്നവരെ ബാബു വലിയ തോതിൽ മർദ്ദിച്ചിരുന്നു. അങ്ങനെയാണ് ജോയി മരിച്ചപ്പോ ജോയിയുടെ ഫ്രണ്ട്സിന് കാര്യം പോലീസിൽ അറിയിക്കാലോ എന്നായി സന്തോഷിന്റെ ചോദ്യം. ബാബുവിന് ഇൻഫ്ലുവൻസ് ഉള്ള കാര്യം പറഞ്ഞതല്ലേ എന്ന മട്ടിലായിരുന്നു കണ്ണൻ തിരികെ പറഞ്ഞത്. അതോടെ കാര്യങ്ങൾ വീണ്ടും കുഴഞ്ഞു മറിഞ്ഞു. സന്തോഷ് തലപുകൻ ആലോചിച്ചു. ജോയിയുടെ മരണത്തിന്റെ കേസ് ഫയൽ കൂടി വായിച്ച് സന്തോഷ് ആകട്ടെ തലപുകൻ ആലോചിച്ചു. ഒടുവിൽ അയാൾ ഒരു നിഗമനത്തിലെത്തി. കൊന്നത് എക്സ് മിലിറ്ററിക്കാരൻ സുനിയാണ് എന്നായിരുന്നു സന്തോഷിന്റെ നിഗമനം. തന്റെ കണ്ടെത്തലുകൾ കണ്ണനടുക്കൽ സന്തോഷ് വിശദീകരിച്ചു. സുനിയും ബാബുവും തമ്മിൽ റിയൽ എസ്റ്റേറ്റ് പരമായി ഒരുപാട് ഇടപാടുകൾ ഉണ്ടായിരുന്നു. അതിന്റെ കുറെ പണം ബാബു സുനിക്ക് കൊടുക്കാനുമുണ്ടായിരുന്നു. അന്ന് അവിടുത്തെ ഡയറിയിൽ നിന്ന് കീറപ്പെട്ട പേപ്പറുകൾ ചിലപ്പോൾ അതിന്റേതായിരിക്കാം. അന്ന് ഷാപ്പിൽ ബാബു കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഭാര്യ വിളിച്ചപ്പോ താൻ ഇന്ന് വരില്ല എന്ന് സുനി ഭാര്യയോട് പറയുന്നുണ്ട്. അന്ന് പോവാൻ പറ്റില്ല എന്നയാൾ ഉറപ്പിച്ചിരുന്നു. ബാബുവിന്റെ മരണത്തിനു ശേഷം സുനി ചുമച്ച് വെള്ളം കുടിച്ചിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഡയറിയിൽ നിന്ന് കീറിയ പേപ്പർ തിന്നിട്ട് ചുമ വന്നപ്പോ കുടിച്ചതായിരുന്നു. ശരിക്കും കണ്ണ, നിങ്ങളൊരു മരപ്പൊട്ടനാണ്. ഷാപ്പിൽ വന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് സുനി മാജിക് പഠിക്കുകയായിരുന്നില്ല, ബാബുവിനെ കൊല്ലാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു. സുനിയും സഹായിയും കൂടിയാണ് കൊലപാതകം നടത്തിയത്. മഴ പെയ്യുന്നതിന്
എത്തുന്നതിന് മുമ്പ് സുനി അയാളെ ഷാപ്പിലെത്തിച്ചു. ഷാപ്പിനകത്ത് അയാളെ ഒളിപ്പിച്ചു. നിങ്ങൾ ചീട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോ ആ കൊലയാളി മുകളിൽ നിന്നും നിങ്ങളെയൊക്കെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരവസരം വന്നപ്പോ സുനിയുടെ അടുത്ത് നിന്ന് കിട്ടിയ കയറുകൊണ്ട് അയാൾ ബാബുവിനെ കെട്ടിത്തൂക്കി. സുനി മുമ്പ് കൊടുത്തിരുന്ന ഷാപ്പിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ കൊണ്ട് കൃത്യം കഴിഞ്ഞതും അയാൾ പുറത്തേക്കിറങ്ങിപ്പോയി. വാതിലിൽ താക്കോൽ ഇട്ടിട്ടായിരുന്നു പോയത്. ഒടുവിൽ ബാബു കൊല്ലപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞപ്പോ സുനി എല്ലാവരോടുമായി പറയുന്നുണ്ടല്ലോ, നമ്മളല്ലാതെ മറ്റാരോ ഇവിടെ ഉണ്ടെന്ന്. ശേഷം ഷാപ്പ് മുഴുവൻ നോക്കാനും. അങ്ങനെ നോക്കുന്ന സമയത്ത് സുനി നേരെ പോയത് ഡോറിനടുത്തേക്കാണ്. ഡ്യൂപ്ലിക്കേറ്റ് താക്കോല് കൊണ്ട് വാതില് പൂട്ടി താക്കോലും പോക്കറ്റിലാക്കി അയാൾ തിരികെ പോന്നു. എന്നിട്ട് അകത്ത് വന്ന് വാതിൽ അടഞ്ഞു തന്നെയാണ് കിടന്നിരുന്നത് എന്ന് നിങ്ങളോടായി പറഞ്ഞു. അത് കേട്ട നിങ്ങളെല്ലാവരും കൊലയാളി അകത്തുള്ള ആരോ ആണ് എന്നങ്ങ് വിശ്വസിച്ചു. യാഥാർത്ഥ്യത്തിൽ കൊലയാളി കൃത്യം നടത്തി അപ്പോഴേക്കും പുറത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഒടുവിൽ എല്ലാം നിന്റെ തലയിലേക്ക് വെച്ച് രക്ഷപ്പെടാനായിരുന്നു സുനിയുടെ പദ്ധതി. ഷാപ്പിൽ തല്ലുണ്ടാക്കി, തെളിവുകളടക്കം അതിനുവേണ്ടി അയാൾ തന്നെ ഇല്ലാതാക്കി. പക്ഷെ ഇപ്പോൾ ഒക്കെ തനിക്ക് മനസ്സിലായ പോലെ സന്തോഷ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. കണ്ണനോട് കസ്റ്റഡിയിൽ നിന്ന് പൊക്കോളാനും പറഞ്ഞു. പോലീസ് എത്തുന്നതിന് മുമ്പ് പ്രാവുംകൂടി ഷാപ്പിൽ അടിനടന്ന കാര്യം പറഞ്ഞല്ലോ, അതെങ്ങനെയാണെന്നതിന് പിന്നിലും ഒരു കഥയുണ്ട്. പോലീസിനെ വിളിച്ച് എല്ലാവരും കാത്തിരിക്കുന്ന സമയം 11 പേരും വട്ടം കൂടിയിരുന്ന് ഓരോന്ന് സംസാരിക്കുകയാണ്. ആ സമയത്താണ് തോട്ടബിജു ഓസിക്കാണ് കള്ളു കുടിക്കുന്നത് എന്ന തരത്തിലൊരു സംസാരം വന്നത്. അത് തോട്ടബിജുവിനെ ചൊടിപ്പിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് സംഭവം കയ്യാങ്കളിയിലേക്ക് നീങ്ങി. ഒടുവിൽ പോലീസ് എത്തുന്ന ശബ്ദം കേട്ട് അതിന്റെ തൊട്ടു മുമ്പാണ് അടിനിർത്തി അവരവിടമൊക്കെ വൃത്തിയാക്കി പോലീസിന് സംശയം തോന്നാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിച്ചത്. ഇതേസമയം സന്തോഷാകട്ടെ ഫോൺ റെക്കോർഡ്സ് ഒക്കെ എടുത്ത് സുനിയും കണ്ണനും മറ്റാരെങ്കിലും ഒക്കെ കോൾ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യമൊന്ന് പരിശോധിച്ചു. പക്ഷേ ആരെയും കോൾ ചെയ്തിട്ടില്ല. അതോടെ ആ വഴിയും അടഞ്ഞു. അടുത്തതായി അവിടെ അടുത്തുള്ളൊരു CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ അവർ തീരുമാനിച്ചു. ഷാപ്പിലേക്ക് സുനി വരുന്നതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ അവർ നോക്കി. പക്ഷേ അതിലും നിരാശയായിരുന്നു ഫലം. സുനി ഒറ്റയ്ക്കായിരുന്നു ഷാപ്പിലേക്ക് CCTV ദൃശ്യങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്നും തെളിവുകളൊന്നും കിട്ടാതായതോടെ CIക്ക് അരിശം വന്നു. ഒരു തരത്തിലും കേസിനൊരു ലീഡ് ഉണ്ടാവുന്നില്ല. തന്റെ അരിശം മുഴുവൻ സന്തോഷിനെ ചീത്ത വിളിച്ച് അന്ന് CI തീർത്തു. 10 ദിവസത്തിൽ 7 ദിവസം കഴിഞ്ഞിരുന്നു. 3 ദിവസമേ സന്തോഷിന്റെ മുമ്പിലുള്ളൂ. സന്തോഷ് ആകെ വല്ലാതായി. പ്രാവൻകൂടി ഷാപ്പിന്റെ അടുത്ത് വന്ന് ജീപ്പിലിരുന്ന് തലപോകൻ അവൻ ഇരിക്കുമ്പോ അങ്ങോട്ടേക്ക് മെറീൻഡ വന്നു. മെറീൻഡ സന്തോഷിനോട് സംസാരിച്ചു. കേസ് കഴിയുന്നവരെ താൻ അവിടെ മറ്റൊരു വീട് വാടകയ്ക്കെടുത്തു എന്ന് മട്ടിൽ പറഞ്ഞവർ പോവാൻ തുടങ്ങി. അന്ന് പൈസ ചോദിച്ചപ്പോ എന്റെ കയ്യിൽ ശരിക്കും പൈസ ഇല്ലാർന്നിട്ടാ എന്നൊക്കെ പറഞ്ഞ അയാൾ മെറിൻഡയുടെ പിന്നാലെ ചെന്നു. മെറിൻഡ സന്തോഷിന്റെ അവസ്ഥ കണ്ട് താൻ കണ്ട കാഴ്ച വിശദമായി പറഞ്ഞു. സംഭവ ദിവസം രാത്രി ഷാപ്പിൽ നിന്ന് പുറത്തു വന്ന മൊട്ടയടിച്ച വ്യക്തി പിന്നീട് ഒരാളുടെ കൂടെ ബൈക്കിൽ കയറി പോകുന്നത് മെറിൻഡ കണ്ടിരുന്നു. സുനിയുടെ ചായയുള്ള വ്യക്തിയായിരുന്നു അത്. മെറിൻഡയും സന്തോഷും അങ്ങനെ സംസാരിക്കുന്നതൊക്കെ കണ്ണൻ ബൈനോക്കുലർ വഴി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം കണ്ണൻ സുനിയെ വിളിച്ചു വരുത്തി സുനിയോട് ചില കാര്യങ്ങൾ സംസാരിച്ചു. മുമ്പ് തൊട്ടേ സുനിയോട് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം കണ്ണന്റെ അടുത്തുണ്ടായിരുന്നു. ബാബുവാണ് ബാബുവിന്റെ പഴയ സുഹൃത്തും ഷാപ്പിൽ വന്ന് പ്രശ്നവും ഉണ്ടാക്കിയതുമായ ജോയെ കൊന്നത് എന്ന കാര്യമായിരുന്നു അത്. അന്നതിന് കണ്ണൻ ദൃക്സാക്ഷിയായിരുന്നു. പക്ഷേ കണ്ണനെ അന്ന് ബാബു വല്ലാതെ വിരട്ടി. അതുകൊണ്ടാണ് കണ്ണൻ മിണ്ടാതിരുന്നത്. ആ വിവരം കണ്ണൻ പറഞ്ഞത് കേട്ടതും സുനിക്ക് ദേഷ്യം വന്നു. ഇത്രനാളും എന്നിട്ടാണോ നീ മിണ്ടാതിരുന്നത് എന്ന് ചോദിച്ച് സുനി കണ്ണനെ മർദ്ദിക്കാൻ ഒരുങ്ങിയതും കണ്ണൻ പറഞ്ഞു, ഞാൻ ഇക്കാര്യം നിങ്ങളോട് പറയാൻ വന്ന ദിവസം ഓർമ്മയില്ലേ? കണ്ണൻ ശരിക്കും സുനിയോടത് പറയാൻ വേണ്ടി ഒരിക്കൽ അടുത്തു ചെന്നതായിരുന്നു. പക്ഷേ ഷാപ്പിനുള്ളിൽ നിന്ന് ബാബു അത് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അതോടെ പറഞ്ഞു തുടങ്ങിയ കാര്യം കണ്ണൻ പാതി വഴിക്ക് വിഴുങ്ങി. ഞാനെങ്ങാൻ അന്നത് നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ബാബു നമ്മളെ രണ്ടാളെയും കൊന്നേനെ എന്ന് കണ്ണൻ വിശദീകരിക്കുന്നുണ്ട്. ഷാപ്പിന്റെ പിറകിൽ മറ്റു പല ബിസിനസ്സുകളും ഉണ്ടായിരുന്നു എന്നും കണ്ണൻ വിശദീകരിച്ചു. അതോടെ ആലോചിച്ച് സുനി പറഞ്ഞു, അങ്ങനാണെങ്കിൽ ബാബുവിന്റെ ബിസിനസ്സുകളൊക്കെ ജോയിക്ക് അറിയാമായിരുന്നിരിക്കും. ജോയി കൊല്ലപ്പെട്ട കാര്യവും ബാബുവിന്റെ മരണവും തമ്മില് എന്തോ ബന്ധമുണ്ട്. പിന്നാലെ താനറിഞ്ഞ ഒരു വിവരം കൂടി കണ്ണൻ സുനിയോട് പറഞ്ഞു. മരണപ്പെട്ട ആ ജോയി ഉണ്ടല്ലോ, ജോയിയുടെ മകനാണ് കേസ് അന്വേഷിക്കുന്ന SI സന്തോഷ് എന്നായിരുന്നു കണ്ണൻ വെളിപ്പെടുത്തിയത്. അക്ഷരാർത്ഥത്തിൽ അത് കേട്ട് സുനി ഒന്ന് ഞെട്ടുന്നുണ്ട്. തന്റെ അച്ഛന്റെ കൊലപാതകവും അടക്കം ചേർത്ത് വെച്ച് സന്തോഷ് കേസ് അന്വേഷിക്കാൻ ആരംഭിച്ചിരുന്നു. കൂടുതലായി പരിശോധിച്ച് കേസ് അന്വേഷിക്കാൻ വേണ്ടിയായിരുന്നു സന്തോഷ് അവിടെ ചാർജ് എടുത്തത്. അതും റെക്കമെൻഡേഷനിൽ. CIയോട് ഒരിക്കൽ സംസാരിച്ചപ്പോൾ സന്തോഷ് അത് വ്യക്തമാക്കി. മറുവശത്ത് കണ്ണനും സുനിയും കൂടി ബാബുവിന്റെ കൊലപാതകത്തിന് പിന്നിൽ SI സന്തോഷാണോ എന്ന് സംശയിക്കാൻ ആരംഭിച്ചു. ബാബു ജോയെ കൊന്ന കേസിന് തെളിവില്ലാത്തതുകൊണ്ട്
കൃത്യമായി ബാബുവാണ് കൊന്നതെന്ന് മനസ്സിലാക്കിയ സന്തോഷ് ബാബുവിനെ വകവരുത്തിയതാണ് എന്നായിരുന്നു സുനിയുടെ വിലയിരുത്തൽ. അതോടെ എങ്ങനെയാണ് ബാബു കൊല്ലപ്പെട്ടത്, ഷാപ്പിൽ തൂങ്ങിയത് എന്ന് മനസ്സിലാക്കണം എന്നായി സുനിയുടെ വാദം. ഇല്ലെങ്കിൽ നമ്മൾ രണ്ടാളും കേസിൽ കൊടുങ്ങും എന്ന് പറഞ്ഞ സുനി അടുത്ത ദിവസം ഷാപ്പിലേക്ക് പോയി പരിശോധിക്കാം എന്ന് കണ്ണനോട് പറഞ്ഞു. വൈകാതെ അവർ ഷാപ്പിന്റെ ഭാഗത്ത് തിരച്ചിൽ നടത്തി. അന്വേഷണത്തിൽ ഷാപ്പിന്റെ അടുത്തുള്ള ഒരു ഭാഗത്തു നിന്ന് സന്തോഷ് വലിക്കുന്ന തരത്തിലുള്ള ബ്രാൻഡിന്റെ സിഗരറ്റ് കുറ്റികൾ കണ്ണൻ കണ്ടെത്തുകയാണ്. സുനിയെ വിളിച്ച് അത് കണ്ണൻ കാണിച്ചു കൊടുത്തു. അവിടെ നിന്ന് നേരെ നോക്കിയാൽ ജനൽ വഴി മരണപ്പെട്ട ബാബു ഷാപ്പിനുള്ളിലിരിക്കുന്നത് കാണാമെന്നും ജനൽ തുറന്ന് കണ്ണൻ സുനിക്ക് കാണിച്ചു കൊടുത്തു. അതോടെ സന്തോഷ് തന്നെയാണ് ബാബുവിനെ കൊന്നത് എന്ന് സുനി തറപ്പിച്ചു പറയുകയാണ്. ഷാപ്പിനകത്തുനിന്ന് തോട്ട ബിജുവായിരിക്കും സന്തോഷിനെ സഹായിച്ചത്. കൊലയാളിക്കൊപ്പം തോട്ട ബിജു ബാബുവിനെ കൊന്നപ്പോൾ സന്തോഷ് അതൊക്കെ വെളിയിൽ നിന്ന് നോക്കി കാണുന്നുണ്ടായിരുന്നിരിക്കാം എന്ന് സുനി ഊഹിച്ചു പറഞ്ഞു. പക്ഷേ ബാബുവിനെ കെട്ടിവലിച്ച് പൊക്കണമല്ലോ, അതത്ര എളുപ്പമുള്ള കാര്യമല്ല, അതൊന്ന് പരീക്ഷിച്ചു നോക്കണം, എന്നാലേ ഊഹം സാധൂകരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ സുനി കണ്ണനെയും കൂട്ടിപ്പോയി അതിനുള്ള ശ്രമം ആരംഭിച്ചു. മറുവശത്തെ സന്തോഷിനാണെങ്കിൽ എല്ലാം കൊണ്ടും പിടിവിട്ടിരുന്നു. അന്ന് സ്റ്റേഷനിലെത്തി ടെൻഷൻ അടിച്ചു നിൽക്കെ മെറിൻഡയുടെ ഫോൺ കോൾ സന്തോഷിന് വന്നു. ആരോ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു, പുറത്തു വാതിലിൽ വെട്ടുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു ഭയത്തോടെ അവളുടെ വിളി. അതോടെ ഫോൺ എടുത്ത് വസ്ത്രം മാറി നിൽക്കുകയായിരുന്ന സന്തോഷ് ആകട്ടെ പാന്റ് പോലും ധരിക്കാൻ സമയം കിട്ടാതെ അടിവസ്ത്രം മാത്രം ധരിച്ച് സ്റ്റേഷനിൽ നിന്ന് ബൈക്കെടുത്ത് മെറിൻഡ താമസിക്കുന്ന വീട്ടിലേക്ക് പുറപ്പെട്ടു. മെറിൻഡയെ രക്ഷപ്പെടുത്തും എന്ന് ഫോണിലൂടെ സന്തോഷ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. മെറിൻഡ വീടിനുള്ളിൽ വല്ലാതെ ഭയന്നിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് അവിടുത്തെ ഒരു വഴിയിലൂടെ സുനി ബൈക്ക് ഓടിച്ചു വരികയാണ്. പെട്ടെന്ന് ഭയന്ന് ചോരയൊലിച്ച കൈയുമായി ബൈക്കിന് മുമ്പിലേക്ക് കണ്ണൻ വന്നു. തന്നെ ഒരു സ്കൂൾ ബസ് ഇടിപ്പിച്ച് ആരോ കൊല്ലാൻ നോക്കി എന്ന് കണ്ണൻ ഭയന്നുകൊണ്ട് സുനിയോട് പറഞ്ഞു. ശരിക്കും എന്താണ് നടന്നത് എന്ന് കണ്ണൻ വളരെ കൃത്യമായി സുനിക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. സ്കൂട്ടർ ഓടിച്ചു വരികയായിരുന്നു തന്നെ സ്കൂൾ ബസ് പിന്നീന്ന് വന്ന് ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു എന്നായിരുന്നു കണ്ണൻ വ്യക്തമാക്കിയത്. സുനി കുറച്ച് കമ്മ്യൂണിസ്റ്റ് പച്ച പറിച്ച് അത് ചതച്ച് കണ്ണന്റെ മുറിവിൽ വെച്ചു. തന്റെ കത്തിയെടുത്ത് കണ്ണന് കൊടുത്ത് ഒരു സുരക്ഷയ്ക്ക് ഇത് കയ്യിൽ വെച്ചോളാനും സുനി പറഞ്ഞു. മറുവശത്ത് അപ്പോഴേക്കും സന്തോഷം മെറിൻഡയുടെ വീട്ടിലെത്തിയിരുന്നു. മെറിൻഡ സുരക്ഷിതയായിരുന്നു. ആക്രമിക്കാൻ വന്ന വ്യക്തി മടങ്ങിപ്പോയതിന്റെ ലക്ഷണങ്ങൾ അവിടെ പ്രകടവുമായിരുന്നു. ആ ചുറ്റുപാടും മറ്റും സന്തോഷം നിരീക്ഷിച്ചു. അവിടെ പതിച്ച ബൂട്ടിന്റെ കാൽപ്പാടുകളിൽ നിന്നും ഡോറ് വെട്ടിപ്പൊളിച്ചിരിക്കുന്ന രീതിയിൽ നിന്നും സുനിയുടെ മരുന്നിന്റെ സ്ലിപ്പിൽ നിന്നും അവിടെത്തി ആക്രമണം നടത്തിയത് സുനിയാണ് എന്ന് സന്തോഷ് ഊഹിച്ചെടുത്തു. മെറിൻഡ ബാബുവിനെ കൊല്ലാൻ വന്ന സുനിയുടെ പാർട്ട്ണറെ കണ്ടിട്ടുണ്ടല്ലോ, അക്കാര്യം തന്നോട് പറഞ്ഞിട്ടുമുണ്ടല്ലോ, അതുകൊണ്ടാകും സുനി മെറിൻഡയെ വകവരുത്താൻ വന്നത് എന്നും സന്തോഷ് വിശദീകരിച്ചു. നിന്നെ ഇല്ലാതാക്കി തെളിവില്ലാതാക്കാനാകും സുനി ശ്രമിച്ചത് എന്നും അയാൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും എങ്ങനെയാണ് കൊലപാതകം നടന്നത് എന്ന് നാളെ അറിയാം എന്ന് വലിയൊരു അഭിമാനത്തോടെ സന്തോഷ് പറയുന്നുണ്ട്. ഇതേസമയം ഷാപ്പിനകത്ത് കണ്ണനും സുനിയും എത്തിച്ചേർന്നിരുന്നു. ബാബുവിന്റെ ഭാരത്തിന് തുല്യമായി ചാക്കിൽ മണൽ നിറച്ച് അത് കയർവെച്ച് അവർ കൂട്ടിക്കെട്ടി. ആ കയർ ഉത്തരത്തിലൂടെ വലിച്ച് ചാക്ക് ഉയർത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാനായിരുന്നു അവരുടെ ശ്രമം. അവിടെയുള്ള ഭാഗങ്ങളിലൊക്കെ അവർ ശ്രമിച്ചിട്ടും ചാക്ക് അങ്ങനെ ഉയർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയായിരിക്കും കൊല്ലാൻ വന്നവർ ബാബുവിനെ കെട്ടിത്തൂക്കിയിരിക്കുക എന്ന കാര്യം സുനി ആലോചിച്ചു. അവിടെ മുഴുവൻ നിരീക്ഷിച്ചു. അപ്പോഴാണ് അവിടെ ഉത്തരത്തിൽ പതിച്ചുവെച്ച ഇരുമ്പിന്റെ ഒരു ദണ്ട് സുനിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതുവഴി കയറെളുപ്പത്തിൽ തെന്നുമായിരുന്നു. സുനി അതുവഴി കയറ് മുകളിലൂടെ ഇട്ട് ഷാപ്പിന്റെ വെളിയിലെത്തിച്ചു. പിന്നീട് പുറത്തെത്തി അവിടെ നിന്നും വലിച്ചപ്പോൾ ചാക്കെളുപ്പത്തിൽ ഉയരുന്നുണ്ടായിരുന്നു. അത്തരത്തിലാകും ബാബുവിനെ കൊലപ്പെടുത്തിയിരിക്കുക എന്ന് സുനി ഊഹിച്ചു. പിന്നാലെ സുനി മൊത്തത്തിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ മുഴുവൻ ആലോചിക്കാൻ തുടങ്ങി. അതിനുള്ള ഉത്തരവും സുനിക്ക് കിട്ടിയിരിക്കണം. ആരാണ് കൊന്നതെന്നും എന്താണ് നടന്നതെന്നും. കുറച്ചു സമയം പിന്നിട്ടതും മെറിൻഡയുടെ വീടിന് വെളിയിൽ കാവലിരിക്കുകയായിരുന്ന സന്തോഷിന് കോൺസ്റ്റബിളിന്റെ കോൾ എത്തി. പ്രാവുംകൂട് ഷാപ്പിൽ വീണ്ടും ഒരു കൊലപാതകം നടന്നെന്നും ഷാപ്പ് കത്തിയെരിയുകയാണ് എന്നും പറഞ്ഞിട്ടായിരുന്നു അത്. വളരെ വേഗത്തിൽ സന്തോഷ് അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. അവിടെ പ്രാവുംകൂട് ഷാപ്പ് കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയമാണ് ആളുകൾ വട്ടം കൂടി നിന്ന് മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ മൃതദേഹത്തിനടുത്തേക്ക് സന്തോഷ് കടന്നു ചെല്ലുന്നത്. അയാളെ കണ്ടതും സന്തോഷിന് പല കാര്യങ്ങളും വ്യക്തമായി കഴിഞ്ഞിരുന്നു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. കണ്ണനും സുനിയും സാഹചര്യം പരിശോധിക്കുന്ന സമയം പുറത്തുനിന്ന് വലിച്ചതും ചാക്കുകെട്ടുകൾ ഉയർന്നിരുന്നു. അതോടെ ഒരാൾ ഒറ്റയ്ക്കല്ല കൊല നടത്തിയത്, അകത്തൊരാളുണ്ടായിരുന്നു, പുറത്ത് സഹായത്തിന് മറ്റൊരാളും ഉണ്ടായിരുന്നു എന്ന് സുനി കണ്ണനോടായി പറഞ്ഞു. കൂട്ടത്തിൽ നീയല്ല അയാളെ കൊന്നതെന്നും ഞാനുമല്ല കൊന്നത്, നമ്മൾ അന്വേഷിക്കുന്ന പോലെ SI സന്തോഷമല്ല ബാബുവിനെ കൊന്നത് എന്നായിരുന്നു സുനി
സുനി പറഞ്ഞത്. വേറെ ആരടോ എന്ന് ഭയത്തോടെ കണ്ണൻ ചോദിച്ചു. സുനി പറഞ്ഞു, അറിയണോ, അത് വേറെ ആരുമല്ലടാ, മെറിന്റെയാ. കണ്ണൻ വല്ലാതെ ഞെട്ടുന്നുണ്ടായിരുന്നു. മജീഷ്യനെ പോലെ ആലോചിച്ചു നോക്ക്, വാനിഷിംഗ് ബ്യൂട്ടി പോലെ, നിനക്ക് മനസ്സിലാകും. എനിക്കെങ്ങനെയാ മനസ്സിലായത്? സുനി പറഞ്ഞു. പിന്നാലെ സുനി ഓരോന്നും വിശദീകരിക്കൽ കണ്ണനിലെത്തിച്ചേർന്നു. മെറിന്റെ ഒറ്റയ്ക്കല്ല ഇത് ചെയ്തിരിക്കുന്നത്. വാനിഷിംഗ് ബ്യൂട്ടിയുടെ സെയിം പ്ലാൻ ആണ്. അതങ്ങനെ ചെയ്യണമെങ്കിൽ നല്ലൊരു മജീഷ്യൻ വേണം. അതവിടെ കണ്ണനല്ലാതെ മറ്റാരുമില്ലല്ലോ. സുനിക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞു എന്ന് കണ്ണൻ തിരിച്ചറിഞ്ഞിരുന്നു. പിന്നാലെ കണ്ണന്റെ ഓർമ്മകൾ നടന്ന സംഭവത്തിലേക്ക് നീങ്ങി. ബാബുവിനെ കൊല്ലാൻ കണ്ണനും മെറിന്റെയും ചേർന്ന് തീരുമാനിച്ചിരുന്നു. അതിനുവേണ്ടി അവർ കൃത്യമായി പദ്ധതിയുണ്ടാക്കി. ഒരു മജീഷ്യന് ഒരു മാജിക് കാണിക്കുമ്പോൾ അതിനു മുമ്പേ ഒരു തിരക്കഥയുണ്ടാകും. അത്തരത്തിലൊരു തിരക്കഥ കൊലപാതകത്തിനും അവർ മെനഞ്ഞു. ആദ്യം കാണികളുടെ കണ്ണുകെട്ടണം, ഇല്യൂഷൻ. അതിനുവേണ്ടി അവർ കണ്ടെത്തിയ തന്ത്രമായിരുന്നു ബാബുവും മെറിന്റെയും തമ്മിൽ ബന്ധമുണ്ടെന്ന അപവാദം പറഞ്ഞു പരത്തൽ. അതിനുവേണ്ടി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക പോലും അവർ ചെയ്തിരുന്നു. മെറിന്റെ ഒരിക്കൽ അമ്പലത്തിൽ നിന്ന് വന്ന് ഷാപ്പിനകത്ത് കയറുമ്പോൾ ബാബുവും അവിടെ ഉണ്ടായിരുന്നല്ലോ. അത് കണ്ട് കണ്ണൻ വെറുപിടിച്ചു പോകുന്നത് സിലോൺ കണ്ടിരുന്നതുമാണല്ലോ. ആ സംഭവത്തിന്റെ അന്ന് ഷാപ്പിനകത്ത് വെച്ച് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഷാപ്പിനകത്തേക്ക് മെറിന്റെ വരുന്നത് കണ്ട് എന്താണെന്ന മട്ടിൽ ബാബു ചോദിച്ചപ്പോ കണ്ണൻ ചേട്ടനെ കാണാൻ വന്നതാ എന്നായിരുന്നു മെറിന്റെ പറഞ്ഞത്. പക്ഷേ പുറമെ നിന്നവർക്ക് അത് മനസ്സിലായത് ബാബുവും മെറിന്റെയും തമ്മിൽ അവിഹിതമുണ്ട് എന്ന തരത്തിലേക്കായിരുന്നു. അത്തരത്തിൽ അവരിരുവരും ചേർന്നത് വരുത്തി തീർത്തു. അതോടെ കണ്ണനും ബാബുവും തമ്മിൽ ശത്രുതയുണ്ട് എന്നൊരു സംസാരവും നാടൊട്ടുക്കും പരന്നു. അവിഹിതമായതുകൊണ്ട് തന്നെ അതിൽ മറ്റൊരു ചോദ്യം ആളുകൾ ചിന്തിച്ചതുമില്ല. വ്യക്തമായ കൺകെട്ട്. സംഭവ ദിവസം അങ്ങോട്ടേക്ക് എത്തിയിരുന്ന കണ്ണൻ ഷാപ്പിലെ വണ്ടി കൊണ്ടുവന്ന് ന്യൂട്രലിട്ട് ഊടുവെച്ച് വണ്ടി കൃത്യമായി നിർത്തി. പിന്നീട് മുകളിലൂടെ കയർ വലിച്ച് കുറുക്കടക്കം സെറ്റ് ചെയ്തു വെച്ചു. ആ കയറിന്റെ മറുവശം ഷാപ്പിന് പുറത്തേക്കും കണ്ണൻ നീട്ടിയിട്ടിരുന്നു. എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നിട്ടും ആരും ശ്രദ്ധിക്കില്ല. മാജിക്കലെ പോലെ തന്നെ കുറെ ദിവസങ്ങൾ പദ്ധതിയൊരുക്കി അവർ കാത്തിരുന്നു. ഒടുവിൽ ശരിയെന്ന് തോന്നിയ ആ ദിവസം വന്നെത്തി. അതിന് സൂചനയായി പച്ച ലൈറ്റും കണ്ണൻ കത്തിച്ചു വെച്ചു. പുറത്തുനിന്ന് അങ്ങോട്ടേക്ക് എത്താനുള്ള മെറിന്റയ്ക്കുള്ള സൂചന. ഷാപ്പിലെ ലൈറ്റ് കെടുത്തുമ്പോഴായിരുന്നു കണ്ണൻ അത് ഓൺ ചെയ്തത്. വൈകാതെ കണ്ണൻ മയക്കുമരുന്ന് കലർത്തി കള്ളബാബുവിന് കുടിക്കാൻ കൊടുത്തു. കുറച്ചു കഴിഞ്ഞ് കളി തുടങ്ങുന്നതിന്റെ തൊട്ടു മുമ്പ് കണ്ണൻ വന്ന സമയത്ത് ബാബു കുടിച്ച് മയങ്ങിയിരിക്കുകയാണ്. തയ്യാറാക്കി വെച്ചിരുന്ന കുരുക്ക് ബാബുവിന്റെ കഴുത്തിലേക്കിട്ട് അവിടുത്തെയും ലൈറ്റ് അണച്ച് ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാത്ത രീതിയിൽ കളിക്കാൻ കണ്ണൻ അകത്തേക്ക് കടന്നു. ഇതേ സമയം മെറിൻഡ കോട്ടടക്കം ധരിച്ച് ഷാപ്പിന്റെ പുറത്തെത്തിയിരുന്നു. പുറത്ത് മെറിൻഡ വന്നാൽ അകത്തിരിക്കുന്നവർ കാണാൻ സാധ്യതയുണ്ട്. അത് മുകളിലെ ഗ്ലാസ്സിലൂടെ മാത്രം. അതുകൊണ്ട് അവിടെ മറ്റൊരു വെപ്പ് ഗ്ലാസ് അവർ വെച്ചു. പുറത്തെത്തിയിരുന്ന മെറിൻഡ പുറത്തേക്ക് തൂങ്ങിക്കിടന്നിരുന്ന കയറെടുത്ത് അത് വലിച്ചു പിടിച്ച് കൃത്യമായ സമയത്തിന് കാത്തിരുന്നു. സമയമായെന്നറിഞ്ഞതും കയർ വലിച്ച് അവളുടെ അടുത്ത് കൃത്യമായി നിർത്തിയിട്ടിരുന്ന ഷാപ്പിലെ ജീപ്പിലേക്ക് കെട്ടി. ജീപ്പ് ന്യൂട്രലിട്ട് വെച്ചിരിക്കുകയായിരുന്നല്ലോ. അതിന്റെ ഊടെടുത്തു മാറ്റി മെറിന്റെ അത് തള്ളി വണ്ടി മുമ്പിലേക്ക് നീങ്ങിയതും ബാബു കഴുത്തിൽ കുരുക്കുമുറുക്കി മുകളിലേക്ക് ഉയർന്നിരുന്നു. അതോടെ മരണവും സംഭവിച്ചു. മുമ്പിലേക്ക് നീങ്ങിയ ജീപ്പ് കൃത്യമായി മുമ്പിലെ ഊടിൽ തങ്ങി നിന്നു. ഒടുവിൽ ബാബു മരണപ്പെട്ട കാഴ്ച കണ്ട് എല്ലാവരും ഓടിക്കൂടിയപ്പോ കണ്ണൻ തന്നെ ഓടിച്ചെന്ന് ആരെങ്കിലും ശ്രദ്ധിക്കുന്നതിന് മുമ്പ് മുകളിലെ കയർ അറുത്തു. എല്ലാവരും ബാബുവിനെ നോക്കുന്ന തിരക്കിൽ മുകളിലെ ബാക്കി കയർ ശ്രദ്ധിച്ചില്ല. ആ കയർ പുറത്തു നിന്നിരുന്ന മെറിൻഡ പുറത്തേക്ക് വലിച്ചെടുക്കുകയും ചെയ്തു. പോകുന്നതിന് മുമ്പ് കൃത്യമായി അവർ വെച്ചിരുന്ന ഷാപ്പിലെ ജനൽ കണ്ണാടി കൂടി അവൾ ഊരി കൊണ്ടുപോയി. സുനിക്കിത് അത്രയും മനസ്സിലായിരുന്നു. സുനി അന്ന് രാത്രിയിൽ കണ്ണനെ പിടിച്ചു നിർത്തി ഓരോന്നും കൃത്യമായി പറഞ്ഞ് ചോദ്യം ചെയ്തു. എല്ലാം നിന്റെ ബുദ്ധിയായിരുന്നു. മെറിൻഡയിൽ നിന്നും ശ്രദ്ധ മൊത്തത്തിൽ നീ നിന്നിലേക്ക് തിരിച്ചു. നീയാണ് കുറ്റവാളി എന്ന സംശയം തോന്നുന്ന തരത്തിൽ കാര്യങ്ങൾ വളച്ചുവെച്ചു. എങ്ങനെയൊക്കെ നോക്കിയാലും മാജിക് മനസ്സിലാകാതെ പോലീസുകാർക്ക് കേസ് തെളിയിക്കാൻ പറ്റില്ലല്ലോ. അവിടെ നീ ബുദ്ധി കളിച്ചു. പിന്നീട് കേസ് ഞാൻ നോക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോ നീ എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ സന്തോഷിന്റെ കഥകളുമായിട്ട് വന്നു. സുനിയുടെ ഊഹം കറക്റ്റ് ആയിരുന്നു. സന്തോഷിന്റെ സിഗരറ്റ് കുറ്റികൾ കൊണ്ടുവന്ന് ഷാപ്പിന്റെ പരിസരത്തിട്ടതും അത് വെച്ച് സന്തോഷിലേക്ക് സുനിയെ ലീഡ് ചെയ്തതും എല്ലാം കണ്ണന്റെ പദ്ധതി തന്നെയായിരുന്നു. അന്ന് രാത്രി മെറിൻഡ തന്നെ ആരോ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് സന്തോഷിനെ വിളിച്ചല്ലോ. ആരും മെറിൻഡയെ ആക്രമിക്കുന്നുണ്ടായിരുന്നില്ല. സുനിക്കെതിരെ തെളിവ് സൃഷ്ടിക്കാൻ കണ്ണനും മെറിൻഡയും ഒന്നിച്ചു നടത്തിയ നാടകമായിരുന്നു അത്. സുനിയും കണ്ണനും തമ്മിൽ ഒക്കെ പറഞ്ഞ് പിടിവലി നടന്നു. അപ്പോഴേക്കും പ്ലാവ് കത്തി ഷാപ്പും വലിയ തോതിൽ കത്തിത്തുടങ്ങിയിരുന്നു. പിടിവലിയും സംസാരവും ഒക്കെ നടക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ കണ്ണൻ തന്റെ കയ്യിലിരുന്ന കത്തിയെടുത്ത് സുനിയെ കുത്തുകയാണ്. സുനിയുടെ വയറിൽ തന്നെ കുത്തേറ്റു. അറിയാണ്ട് പറ്റിയതേട്ടാ, ആശുപത്രി പോവാമെന്നൊക്കെ പറഞ്ഞ് കണ്ണൻ സുനിയുടെ പിന്നാലെ ചെന്നെങ്കിലും താൻ മരിക്കാൻ പോകുന്നു എന്ന് സുനിക്കറിയാമായിരുന്നു. മരണപ്പെടുന്നതിന് മുമ്പ് എന്തിനാണ് ബാബുവിനെ തങ്ങൾ കൊന്നത് എന്ന കാര്യം കൂടി കണ്ണൻ സുനിയോട് പറഞ്ഞു. ജോയിയുടെ മരണവിവരം കണ്ണൻ ഒരിക്കൽ സുനിയോട് പറയാൻ ശ്രമിച്ചിരുന്നല്ലോ. ഷാപ്പിനകത്ത് നിന്ന് അന്നത് ബാബു കണ്ടിരുന്നു. അന്ന് വൈകുന്നേരം കണ്ണനും മെറിന്റെയും വീട്ടിലായിരിക്കെ ബാബു അവരുടെ വീട്ടിലേക്ക് ചെന്നു.
കണ്ണനെ മർദ്ദിക്കാൻ തുടങ്ങി. മെറിന്റെ ഗർഭിണിയായിരുന്ന സമയമായിരുന്നു അത്. ബാബുവിനെ തടയാൻ പോയ മെറിന്റെയെ ബാബു പിടിച്ചു തള്ളി. ആ ഒരു അപകടത്തിലായിരുന്നു മെറിന്റെയ്ക്ക് ഗർഭഛിദ്രം സംഭവിച്ചത്. പിന്നീട് അവർക്കിനി കുട്ടികളുണ്ടാവില്ല എന്ന് ഡോക്ടർ വിധി എഴുതി. അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു. അതോടെ ക്രൂരനായ ബാബുവിനോട് പ്രതികാരം വീട്ടണം എന്നവർ ഉറപ്പിച്ചു. അങ്ങനായിരുന്നു ഈ കൊലപാതകത്തിലേക്ക് അവർ എത്തിച്ചേർന്നത്. കണ്ണീരോടെ കണ്ണൻ അതൊക്കെ പറഞ്ഞു തീർത്തപ്പോഴേക്കും സുനി മരണത്തിന് കീഴടങ്ങാറായി കഴിഞ്ഞിരുന്നു. കണ്ണനോട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പൊക്കോളാൻ സുനി പറഞ്ഞു. പിന്നാലെ അയാൾ മരണപ്പെട്ടു. കൊല്ലപ്പെട്ട് കിടക്കുന്നത് സുനിയാണെന്ന് കണ്ടതും തന്റെ അന്വേഷണം എവിടെയെത്തിയുമില്ലല്ലോ എന്ന അർത്ഥത്തിൽ സന്തോഷിന് ഭ്രാന്ത് പിടിച്ചിരുന്നു. ഷാപ്പ് കത്തിയേരിയുന്നതും മറ്റും കാണാമെന്ന ജനങ്ങളെ ഭ്രാന്തമായ രീതിയിൽ സന്തോഷ് അടിച്ചോടിച്ചു. പെട്ടെന്നാണ് സന്തോഷിന് എല്ലാം തെളിഞ്ഞു വന്നത്. കൊലപാതകത്തിന് പിന്നിൽ കണ്ണൻ തന്നെയാണ് എന്ന തരത്തിൽ സന്തോഷ് ഉറപ്പിച്ചിരുന്നു. സന്തോഷ് മെറിന്റെയുടെ അടുത്തേക്ക് പോയി. അവിടെയാണെങ്കിൽ എല്ലാം പാളിയ ദുഃഖത്തിൽ കണ്ണൻ ഇരിക്കുകയായിരുന്നു. മെറിന്റെ കണ്ണനുമായി രക്ഷപ്പെട്ടു പോകാനുള്ള ശ്രമം നടത്തി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സന്തോഷ് എത്തിച്ചേർന്നിരുന്നു. അത് കണ്ടതും കണ്ണനോട് തന്റെ കഴുത്തിൽ കത്തിവെക്കാനും തന്നെ കൊണ്ട് ഇവിടെ നിന്ന് പോവാനും മെറിന്റെ ആവശ്യപ്പെട്ടു. സന്തോഷ് തോക്കെടുത്ത് കണ്ണനെ നേരെ നീട്ടി കത്തി താഴെയിടാൻ ആവശ്യപ്പെട്ടു. കണ്ണനത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ സന്തോഷ് വെടിയുതിർക്കുകയാണ്. പക്ഷേ വെടിവെച്ചത് തെറ്റി. കണ്ണന് പകരം വെടിയേറ്റത് മെറിന്റെയ്ക്കായിരുന്നു. വെടിയേറ്റ് മെറിന്റെ താഴെ വീണു. അപ്പോഴേക്കും മറ്റ് പോലീസുകാർ കൂടി എത്തിയിരുന്നു. കണ്ണൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. മെറിന്റെ ആശുപത്രിയിലായി. ചികിത്സയിലായിരുന്ന മെറിന്റെ സുഖപ്പെട്ടു വന്നിരുന്നു. ഒരു ദിവസം സന്തോഷ് മെറിന്റെയെ കാണാനെത്തി. മെറിന്റെയോട് സംസാരിച്ചു. ഞാനപ്പോ വെടിവെച്ചില്ലായിരുന്നെങ്കിൽ അയാൾ നിന്നെ കൊന്നേനെ എന്ന് പറഞ്ഞ് സന്തോഷ് സംസാരിച്ചു തുടങ്ങി. ഞാൻ പറയാൻ വന്ന കാര്യം കണ്ണൻ തന്നെ ആയിരിക്കും കഴിഞ്ഞ ദിവസം നിന്നെ ആക്രമിക്കാൻ നോക്കിയത്. സുനിയുടെ മരുന്നും മറ്റും അവിടെ കൊണ്ടുവന്നിട്ടതും അയാൾ തന്നെയായിരിക്കും. സുനിയെ കൊന്നതും അയാളാവാനാ സാധ്യത. അയാളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രധാന കാര്യം ബാബുവിനെ കൊന്നത് കണ്ണനല്ല, വേറെ ആരോ ആണ് കൊലയാളി. അത് കേട്ടതും മെറിന്റെ പെട്ടെന്നൊന്ന് ഞെട്ടി സന്തോഷിന്റെ മുഖത്തേക്ക് നോക്കി. സന്തോഷ് പറഞ്ഞു, കണ്ണന്റെ തന്നെ പ്ലാനാണ്. ഇതൊരു മാജിക് ആണ്. ആ മാജിക് മനസ്സിലാക്കിയ നമുക്ക് കൊലപാതകയും പിടിക്കാം. ചിലപ്പോ അയാള് നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണും, ചിലപ്പോ ഒരു കൈ അകലത്തിലുണ്ടാകും. അതും പറഞ്ഞ് സന്തോഷ് മെറിന്റെയുടെ കൈ പിടിച്ചു. മെറിന്റെയും സന്തോഷും പരസ്പരം കണ്ണോട് കണ്ണു നോക്കി നിന്നു. എത്രയും പെട്ടെന്ന് ഞാൻ ആ കൊലയാളിയെ കൈയോടെ പിടിക്കും, സന്തോഷ് പറഞ്ഞു. മെറിന്റെ അർത്ഥം വെച്ച് അതിനൊരു മൂളലും മൂളി. പിന്നാലെ പിടിക്കെന്ന് പറഞ്ഞു. സന്തോഷ് മെറിന്റെയുടെ കയ്യിലെ പിടി ഒന്ന് കേറ്റിപ്പിടിച്ചു. ശേഷം അവളെ വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി. അപ്പോഴേക്കും സമയം കഴിഞ്ഞെന്ന് പറഞ്ഞ് നഴ്സ് സന്തോഷിനെ വിളിച്ചിരുന്നു. സന്തോഷ് ഒരു വല്ലാത്ത ചിരി ചിരിച്ചു. സമയം അവസാനിച്ചു എന്നും പറഞ്ഞു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ കുറ്റാന്വേഷണ ത്രില്ലർ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.